എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. മുങ്ങി. ഇതോടെ ആദിവാസി കുടിയേറ്റ മേഖലകളിലേക്ക് കരമാർഗം യാത്ര നിലച്ചു. പലയിടങ്ങളിലും നിരവധി വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തൃക്കരിയൂർ ഭാഗത്ത് വെള്ളം കയറി. ടൗണും കടകളും വീടുകളും ക്ഷേത്രത്തിലും വെള്ളം കയറി. കോതമംഗലം നഗരത്തിലെ തങ്കളം ജവഹർ കോളനിയിൽ വെള്ളം കയറി. കോളനിയിൽ 33ഓളം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചത്. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കോതമംഗലം നഗരസഭയിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തങ്കളം ജവഹർ കോളനിയിൽ രാവിലെയാണ് കുരൂർ തോട് നിറഞ്ഞൊഴുകി വെള്ളം ഇരച്ചെത്തിയത്. 33ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായുള്ളത്. മുമ്പും നിരവധി തവണ ഇവിടെ വെള്ളം കയറി ഇവർ സമാന രീതിയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നഗരസഭ, റവന്യൂ, പോലീസ് വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയ ആളുകളെ കോതമംഗലം ടൗൺ UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി. പ്രായമായവരെ വഞ്ചിയിൽ കയറ്റിയാണ് വീടുകളിൽ നിന്ന് പുറത്തെത്തിച്ചത്. കോതമംഗലം ടൗൺ UP സ്കൂൾ, പൂയംകുട്ടി, മണികണ്ഠൻ ചാൽ, CSI പള്ളി ഹാൾ എന്നിവിടങ്ങളിൽ 25 കുടുംബങ്ങളിലെ 72 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമായ സൗകര്യങ്ങളും അതോടൊപ്പം മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാർ, മറ്റു ഓഫീസർമാർ എന്നിവർ ഫീൽഡിൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ അതിനാവശ്യമായ ക്രമീകരണങ്ങളും വിവിധ പ്രദേശങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. റവന്യൂ, തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഗതാഗതം ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും സജ്ജമാണ്. വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് ആന്റണി ജോൺ MLA അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.